Hi students, welcome back. Today's topic is perpendicular axis theorem. ഈ ചാപ്റ്ററിൽ നമുക്ക് രണ്ട് തിയറം പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, സെക്കൻഡ് വൺ ഈസ് പാരലൽ ആക്സിസ് തിയറം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറംസ് ആണ്. ഈ തിയറം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ഈ തിയറം ഇത്രേ പറയുന്നുള്ളൂ. ഒരു റിജിഡ് ബോഡി, നമ്മളൊരു റിജിഡ് ബോഡി എടുത്തു. അപ്പോൾ നമ്മളിവിടെ റൊട്ടേഷൻ്റെ കേസൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നതല്ലോ. അപ്പോൾ ഇതിൽ നമ്മളൊരു 3 ആക്സിസ് വരയ്ക്കുകയാണ്. ഇത് സെഡ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നിങ്ങൾ മാത്സിലൊക്കെ 3 ആക്സിസ് വരച്ചിട്ടുണ്ടാവും, എക്സ് വൈ സെഡ് ആക്സിസ്. ഈ ആക്സിസുകളുടെ പ്രത്യേകത എന്താ? ഈ 3 ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് 3 പേരും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറി ഇത്രേ പറയുന്നുള്ളൂ. ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിജിഡ് ബോഡി എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഇപ്പോൾ ഈ റിജിഡ് ബോഡി ഇരിക്കുന്നത് ഈ ബോർഡ് എന്ന് പറയുന്ന പ്ലെയിനിലാണ്. നമുക്കറിയാം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനൽ ആണ്. അപ്പോൾ ഇവിടെ ഒരു റിജിഡ് ബോഡി ഇരിക്കുന്നുണ്ട്. ഈ ബോർഡിൻ്റെ പ്ലെയിനിൽ ഒരു റിജിഡ് ബോഡി ഇരിക്കുന്നുണ്ട്. ആ റിജിഡ് ബോഡിയുടെ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലൊരു ആക്സിസ്, അല്ലെങ്കിൽ അതിനെ പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്സിസിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറയാം. അപ്പോൾ ഈ സെഡ് ആക്സിസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. എനിക്ക് ബോഡിയിൽ ഈ പെർപെൻഡിക്കുലർ ആക്സിസ് വരയ്ക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ശരിച്ചു വരച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ സെഡ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഈ ബോഡിന് പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അങ്ങനെ ചരിച്ചു വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെഡ് ആക്സിസിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഏത് 2 ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ സമ്മാണെന്നാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. ഈ സെഡ് ആക്സിസിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെയും വൈ ആക്സിസിലുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെയും സമ്മാണെന്നാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത്. എന്താണ്? അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നതിലും ബെറ്റർ എന്താണ്? അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് അതിൽ നിന്ന് നമ്മളൊരു സെൻറ്റൻസ് ആക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഒരിക്കലും നമുക്കത് മറക്കില്ല. ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് എക്സാം ഹോളിലൊക്കെ കയറുമ്പോൾ അത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്താ? ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റിജിഡ് ബോഡി, ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. എവിടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ? എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ആ റിജിഡ് ബോഡിയുടെ ഇരിക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത് ഏത് ആക്സിസാണ്? സെഡ് ആക്സിസ്. അപ്പോൾ സെഡ് ആക്സിസിലെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സം ഓഫ്, ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഇനേഷ്യ എബൌട്ട് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ. ഈ സെഡ് ആക്സിസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എന്തിൻ്റെ സമ്മാണ്? മറ്റ് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലെ പാർട്ടിക്കിൾസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യക്ക് ഈക്വലാണ്. മറ്റ് 2, ഈ സെഡ് എടുത്തു കഴിഞ്ഞാൽ വേറെ 2 പെർപെൻഡിക്കുലർ ആക്സിസുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എക്സും വൈയും. അപ്പോൾ അവിടത്തെയുള്ള പാർട്ടിക്കിളുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ ഐ എക്സ് കൊണ്ടും ഐ വൈ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്താൽ ഐ സെഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഐ എക്സിൻ്റെയും ഐ വൈയുടെയും സമ്മാണെന്നാണ് പറയുന്നത്. ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു റിജിഡ് ബോഡി, ആ റിജിഡ് ബോഡിക്ക് നമ്മൾ ഒരു 3 ആക്സിസ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഈ 3 ആക്സിസുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ആ 3 ആക്സിസുകളുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ റിജിഡ് ബോഡി ഇരിക്കുന്ന ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലെ പാർട്ടിക്കിൾസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്
മറ്റ് രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസിലെ പാർട്ടിക്കിൾസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ സമ്മാണ്. അതാണ് എഴുതിയിരിക്കുന്നത് IZ = IX + IY. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു റിജിഡ് ബോഡി എടുക്കുകയാണ്. ഈ റിജിഡ് ബോഡി ഇരിക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ, അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് എന്താ ഇങ്ങനെ. അപ്പോൾ ഈ ആക്സിസിന് ചുറ്റും ഇതിങ്ങനെ കറങ്ങാണെന്ന് വിചാരിച്ചു. ഇത് കറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഉണ്ടാവുന്ന മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മാണ്? ഇങ്ങനെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്താൽ ഇങ്ങനെ ഒരു ആക്സിസിന് ചുറ്റും എങ്ങനെ കറങ്ങാം, ഇങ്ങനെ ചുറ്റും, ഇതിന് ചുറ്റും ഇങ്ങനെ ചുറ്റും, ഇങ്ങനെ ചുറ്റും. ആ ആക്സിസിന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് പിന്നെ നമ്മൾ ഏത് ആക്സിസ്, Y ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഈ ആക്സിസിന് ചുറ്റും എങ്ങനെയാണ് ബോഡി കറങ്ങുക, ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ ചുറ്റും. ആ ആക്സിസിന് ചുറ്റുമുള്ള പാർട്ടിക്കിൾസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അതിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. ഇനി സെക്കൻഡ് തിയറം പാരലൽ ആക്സിസ് തിയറം. അപ്പോൾ നമ്മളിവിടെ ഒരു റിജിഡ് ബോഡി വരച്ചിട്ടുണ്ട്. ഇത് റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ റിജിഡ് ബോഡിയുടെ ഏതെങ്കിലും ഒരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കാണണം. നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ആക്സിസ് വരച്ചിട്ട് ആ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഈ ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് നമ്മൾ വരയ്ക്കുക. ഈ ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ആക്സിസ് വരയ്ക്കുക. ഈ രണ്ട് ആക്സിസിൽ തമ്മിലുള്ള ഡിസ്റ്റൻസിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, A-നോ R-നോ എന്തെങ്കിലും കൊടുക്കുക. ഇതെന്താ? സെൻറ്റർ ഓഫ് മാസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. നമുക്ക് കാണേണ്ടത് ഈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ആക്സിസ് എടുത്തു, എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താ? ആ വരച്ചിരിക്കുന്ന ആക്സിസിന് പാരലായിട്ട് ഒരു ആക്സിസ് വരയ്ക്കണം. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, പാരലായിരിക്കുകയും വേണം, അത് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആയിരിക്കുകയും വേണം. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി ആക്സിസ്, നമ്മൾ വരച്ചേക്കണം ആക്സിസിനാണ് എനി ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈസ് ഈക്വൽ ടു ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി. അതായത് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. ഈ മൊത്തം റിജിഡ് ബോഡിയിലുള്ള അല്ലെങ്കിൽ ആ ആക്സിസിൽ ഉള്ള പാർട്ടിക്കിൾസിൻ്റെ മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാം, അത്ര സെൻറ്റൻസ് പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആവും. I = ICM, CM മീൻസ് സെൻറ്റർ ഓഫ് മാസ്, പ്ലസ് MA². ഇതാണ് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി ആക്സിസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് I. അതെന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈസ് ഈക്വൽ ടു ദ സം ഓഫ്, ഇതിൻ്റെ ഇടയിലുള്ള സിമ്പിൾ എന്ന സം പ്ലസ് ആണ്. അപ്പോൾ ദ സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എ പാരലൽ ആക്സിസ്. ഈ ആക്സിസിന് പാരലായിട്ട് വരച്ചിരിക്കുന്ന ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഈ പാരലൽ ആക്സിസ് ഏതിലൂടെ കടന്നു പോകുന്നതെന്നും കൂടി അവിടെ സൂചിപ്പിക്കണം. പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ്, അപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് പ്രോഡക്റ്റ്, ഇവരുടെ ഇടയിലുള്ള സിമ്പിൾ എന്താ? പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്. അപ്പോൾ I = ICM + MA². അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. രണ്ട് തിയറാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്താ? IZ = IX + IY. എന്താ അത് പറയുന്നത്? ഒരു റിജിഡ് ബോഡി ഏത് പ്ലെയിനിലാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് മറ്റ് രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്.
അവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ ഇക്വേഷൻ എന്താ IZ = IX + IY. ഇത് ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓർത്താൽ മതി. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട പ്രോബ്ലം അവിടെ വരുന്നില്ല. ഇനി പാരലൽ ആക്സിസ് തിയറം ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ഒരു റിജിഡ് ബോഡി നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൽ എവിടെയെങ്കിലുള്ള ഒരു ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിസ് വരച്ചു വെച്ചു. അതിന് പാരലായിട്ട് എന്താ സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ഒരു ആക്സിസ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് കാണേണ്ട ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്തിട്ടുള്ള ഇതിന് പാരലായിട്ടുള്ള ഈ ആക്സിസിലെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് എന്താണ് ആ റിജിഡ് ബോഡിയിലുള്ള പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ് എന്നാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു 75% ഈ ഭാഗത്തു നിന്നാണ് വരിക. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, പാരലൽ ആക്സിസ് തിയറം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇത് പഠിക്കണം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ബൈ ഹാർട്ട് ചെയ്യാതെ 1-2 വട്ടം വായിച്ചു നോക്കുക. അപ്പോൾ ടെക്സ്റ്റ് നോക്കിയാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മുടേതായ ഒരു ലാംഗ്വേജിൽ അത് പ്രസൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.